എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് ബെഹറിഞ്ചർ XR18 എന്നുള്ള മോഡലിനെ പറ്റിയാണ്. ഇതിൽ നമുക്ക് ടോട്ടൽ 16 XLR ഇൻപുട്ടാണ് വരുന്നത്. ഇതൊരു വയർലെസ് മിക്സർ ആയതുകൊണ്ട് നമുക്കിത് വൈഫൈ വെച്ചിട്ടാണ് കൺട്രോൾ ചെയ്യേണ്ടത്. അതിനുള്ള പോർട്ടാണ് ഈ കാണുന്നത്. അത് നമ്മൾ മോഡം കണക്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമുക്കൊരു ഇതിൽ തന്നെ വരുന്ന ഒരു സംവിധാനമുണ്ട്, വൈഫൈ സംവിധാനമുണ്ട്. അതിൻ്റെ ആൻറ്റീനയാണ് ഈ കാണുന്നത്. അവിടെ തന്നെ അതിന് വേണ്ടിയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. മോഡം ആണെങ്കിൽ അത് ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ ഇൻബിൽറ്റ് ആണെങ്കിൽ നമുക്കത് റൈറ്റ് സൈഡിലേക്ക് നീക്കണം. അതിൽ തന്നെ അത് കാണിച്ചിട്ടുണ്ട്. അത് തന്നെ പറഞ്ഞു, ഇതൊരു വൈഫൈ മോഡായതുകൊണ്ട് നമ്മളിത് കൺട്രോൾ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ്. അത് നമുക്കത് ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഞാൻ അത് കണക്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ഇതാണ് നമ്മുടെ കൺട്രോൾ സർഫേസ്, അതായത് നമ്മൾ കൺട്രോൾ ചെയ്യുന്ന സോഫ്റ്റ്വെയർ XR18. നമുക്കിവിടെ കാണാം ഒരു 2 മെയിൻ XLR ഔട്ട്പുട്ട് ഉണ്ട്. അതുകൂടാതെ തന്നെ 6 ഓക്സ് ഔട്ട്പുട്ടും ഉണ്ട്. മുകളിൽ കാണുന്നത് ഇൻപുട്സ് ആണ്, XLR ഇൻപുട്സ്. ഇത് ഓക്സ് ഔട്ട്പുട്ട്സ്. നമുക്ക് മോണിറ്റർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഓക്സ് വഴി തന്നെ എടുക്കണം. പിന്നെ നമുക്ക് USB കണക്ഷൻ ഉണ്ട്. ഇവിടെ USB ഇൻപുട്ടായിട്ട് നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് കൊടുക്കാം. ഈ ഐപാഡ് സോഫ്റ്റ്വെയറിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ നമുക്ക് ലെവൽ അപ്പ് ആൻഡ് ഡൗൺ, പിന്നെ ഗേറ്റ്, ഇൻപുട്ട്, ഇതൊക്കെ നോക്കാം. എഫക്ട്സ് നമുക്ക് ആഡ് ചെയ്യാം. അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ഗ്രൂപ്പിംഗ് ഒന്നും ഇതിൽ ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഓപ്ഷൻ ഉണ്ട്, പക്ഷേ അതിൽ നമുക്ക് കാര്യമായിട്ട് പ്രവർത്തിക്കാൻ കഴിയില്ല. നമുക്ക് മെയിനായിട്ട് നോക്കണമെങ്കിൽ PC സോഫ്റ്റ്വെയർ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യേണ്ടി വരും. ഈ കാണിക്കുന്ന മഞ്ഞ ലെവലൊക്കെ ഞാൻ ഓക്സ് എഫക്ട്സ് സെൻഡ് ചെയ്തതാണ് ഓക്സ് വഴി. ഇതൊക്കെയാണ് ഓക്സിൻ്റെ കൺട്രോൾസ്. മെയിൻസ് ഉണ്ട്, പിന്നെ ഓക്സ് 1 2 3 അങ്ങനെ വരും, പിന്നെ എഫക്ട്സ് വരും. അത് കഴിഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ടാബുകളുണ്ട് ഇതിൽ. അപ്പോൾ നമ്മൾ ഈ മിക്സറിൻ്റെ ബേസിക്കായ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി.